വലത്തെ കയ്യിൽ 7 ആകാശവും ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ അള്ളാന്റെ ഒരു പാവട്ടോ. അല്ല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചവന്റെ കുദ്റത്തിനെ നീ ചോദ്യം ചെയ്യല്ല. അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും വേണ്ടി നോക്കാം. 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. അല്ല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചവന്റെ കുദ്റത്തിനെ നീ ചോദ്യം ചെയ്യല്ല. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ. അല്ല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചവന്റെ കുദ്റത്തിനെ നീ ചോദ്യം ചെയ്യല്ല. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല്? നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 1-ാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് 1-ാം ആകാശം? വലത്തെ കയ്യില്. കാരണം 7 ആകാശം വലത്തെ കയ്യിലല്ലേ. ഈ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കൽ എങ്ങനെ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹു വല്ല ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാൻ. വല്ല ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാൻ. പടച്ചവന്റെ കുദ്റത്തിനെ നീ ചോദ്യം ചെയ്യല്ല. നിനക്ക് അല്ലാഹുവിൽ വിശ്വാസം വേണം. പടച്ചവന്റെ കഴിവിൽ വിശ്വാസം വേണം. അതില്ലെങ്കിൽ പിന്നെ നീ മുസ്ലിമല്ല. അതെ, അല്ലാഹുവിന്റെ കഴിവിൽ വിശ്വാസം വേണം കേട്ടോ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരാ, നീ ശരിക്കൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നല്ലോ. അല്ലാഹുവിന്റെ കഴിവിൽ സംശയിക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ ഇറങ്ങലെങ്ങനെയാണ്? അല്ലാഹുവിന്റെ കയറലെങ്ങനെയാണ്? അല്ലാഹു കയ്യിൽ ആകാശത്തെ ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലാഹു അവന്റെ വലത് കൈയിൽ ചുരുട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുക്ക് കഴിവുള്ളതാണോ എന്ന് ചിന്തിക്കാൻ നിനക്ക് അവകാശമില്ല. അങ്ങനെ നീ ചിന്തിച്ചു പോയാൽ, അങ്ങനെ മോനെ നീ സംശയിച്ചു പോയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ സംശയിച്ചു പോയാൽ മുസ്ലിമായി മരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ തെളിവല്ലേ? ഹദീസിൽ അങ്ങനെ തെളിവില്ലേ? ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ കിതാബ് പരമായ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതേ ആളുകൾ, ഇവിടെ പ്രസംഗിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ ലേഖനങ്ങളിൽ വന്ന 1-2 വാചകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണോ നിനക്ക് കുഴപ്പം? അതാണോ പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബത്തിന് സംശയമുണ്ടായിരുന്നു. ഇല്ല, ഒരൊറ്റ സഹാബിയും ചോദിച്ചിട്ടില്ല, കൈഫൻ നുസൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് അല്ലാഹു ഇറങ്ങുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചിട്ടില്ല. അവരതൊന്ന് വിശ്വസിക്കുകയാണ് ചെയ്തത്. അല്ലാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ എങ്ങനെയാണ് ആ ഇസ്തിവാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് പ്രഭുവേ എന്ന് ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരികയാണ്. 996 ജനുവരി 5 ലക്കം 63 റിസാലയിൽ കാണാം. ഇ.കെ. മാഹീൻ സഖാഫി അദ്ദേഹം എഴുതിയ ഒരു ലേഖനം, പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ്, പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ്. നിഷേധിക്കാൻ എന്റെ സഹോദരങ്ങളെ സാധ്യമല്ലല്ലോ. മലയാളത്തിൽ എഴുതിയ സംഗതിയല്ലേ, കേരളക്കരയിൽ വായിക്കപ്പെട്ടതല്ലേ. ഈ രാത്രി അഥവാ ശഅബാൻ 15ന്റെ രാത്രിയിൽ അല്ലാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും.
അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എങ്ങനെയെന്ന് സലഫികൾ ചോദിക്കുകയില്ല. കാരണം ഞങ്ങൾ പ്രമാണങ്ങൾ പിൻപറ്റുന്നവരാണ്, പ്രമാണത്തിലുള്ളത് അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരസ്യമായി അള്ളാഹുവിനെ നിന്ദിക്കുന്ന നിലക്ക്, അള്ളാഹുവിന്റെ വിശ്വാസത്തെ നിന്ദിക്കുന്ന നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതേ അല്ല. ഇനി അടുത്ത കേട്ടോളൂ. ഇന്ന് ശഅബാൻ 15-ാം രാവാണ്. ഈ രാവിൽ അള്ളാഹു അവന്റെ അടിമകളിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു അവന്റെ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് വേറെ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു ഒന്നാം ആകാശത്ത് വന്ന് ഇങ്ങനെ വിളംബരം ചെയ്യും. ഒന്നാം ആകാശത്ത് വരുമത്രേ. ഇനി വേറെയും കാണാം. ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ്. ഇനി സത്യധാരയിൽ കാണാം. ശഅബാൻ 15-ന്റെ രാത്രി സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശങ്ങളിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. കണ്ടോ? ഇതൊക്കെ ലേഖനങ്ങളാണ്, സലഫികൾ എഴുതിയ ലേഖനങ്ങളല്ല. ഇവിടെ പ്രസംഗിച്ച ആളുകളും അവരുടെ കൂട്ടാളികളുമായ ആളുകൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ച വാചകങ്ങളാണ്. അള്ളാഹു ഇറങ്ങി വരും കേട്ടോ, അള്ളാഹു ഇറങ്ങുമെന്ന് എഴുതി വെച്ചു. ഒരൊറ്റ സലഫികളും ചോദിച്ചില്ല എങ്ങനെയാണോ അള്ളാഹു ഇറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് അത് അംഗീകരിച്ചതാണ്, താബിഈങ്ങൾ അംഗീകരിച്ചതാണ്, ഇമാമുമാർ അംഗീകരിച്ചു പോയതാണ്.